ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ CA മാറ്റാണെങ്കിൽ കിരണിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. തന്റെ അമ്മായച്ചനും 3 പെൺമക്കളും ഇപ്പോ സ്റ്റേഷനിലുണ്ട്. വിക്രം മരിച്ചു, അമ്മായച്ചനാണ് കൊന്നതെന്ന് സമ്മതിച്ചു ചെയ്തു. പക്ഷെ ഞങ്ങൾ അവിടെ പോയപ്പോ 3 പെൺമക്കളും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. കിരണ് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞങ്ങൾക്കപ്പൊ അവരെ 3 പേരും അവിടെ നിർത്തിയിട്ട് വരാൻ സാധിക്കില്ല. കൊലപാതകം നടന്ന സ്ഥലത്ത്, മരണം നടന്ന സ്ഥലത്തുള്ള ആൾക്കാരെല്ലാരും ക്വസ്റ്റ്യൻ ചെയ്തല്ലേ പറ്റൂ. അതുകൊണ്ട് അവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാണ്. ശരി സർ, ഞാൻ ഇപ്പൊ തന്നെ എത്താം എന്ന് കിരൺ പറയാണ്. ശേഷം കിരൺ കല്യാണിനെ വിളിച്ച് ചോദിക്കുമ്പോൾ കല്യാണി പറയണ്ട, അതേ കിരണേട്ടാ, CA പറഞ്ഞതൊക്കെ സത്യമാണ്, ഞങ്ങളിപ്പോ പോലീസ് സ്റ്റേഷൻ എന്ന് പറയാണ്. അങ്ങനെ കിരൺ അപ്പൊ തന്നെ നവീനെ വിളിക്കുന്നുണ്ട്. നവീൻ തിരക്കായതുകൊണ്ട് തന്നെ വേറൊരു വക്കീലിനെ അങ്ങോട്ടേക്ക് വിടുവാട്ടോ. അപ്പൊ വക്കീല് പറയുന്നുണ്ട് കിരണിനോട്, നമുക്ക് പെൺകുട്ടികളെ ജാമ്യത്തിൽ എടുക്കാൻ പറ്റും, പക്ഷെ പ്രകാശിന്റെ കാര്യം എത്രമാത്രം സക്സസ് ആവുമെന്ന് അറിയില്ല, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് വക്കീല് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രകാശിന്റെ അടുത്ത് 3 പെൺമക്കളും കൂടി അങ്ങനെ തന്നെ നിൽക്കുവാട്ടോ. അപ്പോഴേക്കും ഒരു കോൺസ്റ്റബിൾ വന്ന് പറയുന്നുണ്ട്, അതെ നിങ്ങളെ 3 പേരെയും CA വിളിക്കുന്നുണ്ട് എന്ന് പറയാണ്. അത് കേട്ട് പ്രകാശൻ ചോദിക്കുന്നുണ്ട്, കിരൺ വന്നോ എന്ന് ചോദിക്കുകയാണ്. ആ വന്നു എന്ന് കോൺസ്റ്റബിൾ പറയുന്നുണ്ട്. അങ്ങനെ കല്യാണിയും കാർത്തികയും കാദംബരിയും കൂടി അച്ഛാ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാട്ടോ. കല്യാണി പ്രകാശൻ തിരിഞ്ഞു നോക്കുമ്പോ എനിക്കൊരു കുഴപ്പമില്ല മോളെ, ഞാൻ ഓക്കെ ആണ് എന്ന് പ്രകാശൻ കാണിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ നാളെ നമ്മുടെ കിരൺ CA അടുത്ത് പറയുന്നുണ്ട്, സാറേ ഈ വിക്രം എന്ന് പറഞ്ഞ അവൻ എന്തിനാണ് പരോളിൽ ഇറങ്ങിയത് സാറിന് നന്നായിട്ട് അറിയാലോ. അതെ ഈ നിൽക്കുന്ന കല്യാണിനെ കൊല്ലാനാണ് അവൻ പരോളിൽ ഇറങ്ങിയത്. തലനാഴിഴക്കാണ് എന്റെ കല്യാണി രക്ഷപ്പെട്ടത്. അവളുടെ അച്ഛൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ കല്യാണി ഇന്ന് ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. ഞാനും കല്യാണി നടക്കാൻ പോയത് മനസ്സിലാക്കി കയ്യിൽ ഒരു തോക്കുമായിട്ടാണ് അവൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ നമ്മുടെ വക്കീലും അതുപോലെ തന്നെ കിരണും കൂടി പറയുന്നുണ്ട്. അപ്പൊ CA പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. വിക്രം എന്ന് പറഞ്ഞ ആൾ ഇവിടുന്ന് പരോൾ ഇറങ്ങിയപ്പോ തന്നെ ഞങ്ങൾക്ക് അറിയായിരുന്നു ഇവൻ എന്തോ ഒരു ഉദ്ദേശത്തോടെയാണ് പോകണത്. പക്ഷെ പരോൾ അനുവദിച്ച് ഞങ്ങൾക്ക് കൊടുത്തല്ലേ പറ്റൂ, അതുകൊണ്ടിട്ടാണ് അവനെ ഇവിടുന്ന് പറഞ്ഞയച്ചത്. പക്ഷെ തന്റെ അമ്മായച്ചൻ കൊന്നതിന് ശേഷം കെട്ടിത്തൂക്കിയിട്ട് അയാൾ തന്നെ കുറ്റം സമ്മതിച്ചു. ഞങ്ങളൊന്നും ചോദിച്ചില്ല അയാളോട്. അയാൾ ഞങ്ങളെ ഫോൺ വിളിച്ചു പറഞ്ഞത്, ഞാൻ എന്റെ മോനെ കൊന്നു, കഴുത്തി നെരിച്ചു കൊന്നു, ശേഷം കയറെടുത്ത് കെട്ടിത്തൂക്കി എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കിരണേ, ഇവിടുത്തെ ഫോണും കോൾസും എല്ലാം തന്നെ റെക്കോർഡിക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളിങ്ങനെ കുറ്റം സമ്മതിക്കുമ്പോ ഞങ്ങൾക്ക് അതിനനുസരിച്ച് പോയല്ലേ പറ്റൂ, അല്ലാതെ എനിക്കിത് കേസ് എടുക്കണമെന്ന് ഒരു താല്പര്യവും. പക്ഷെ പ്രകാശ് എന്ന് പറഞ്ഞ ആള് തന്നെയാണ് കാര്യങ്ങളൊക്കെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് എന്ന് പറയണം. സാറേ എന്തെങ്കിലും മാർഗം ഉണ്ടാവോ, അച്ഛനെ ഇറക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ സാറേ? എന്റെ കല്യാണി 10-24 വർഷത്തോളം അച്ഛന്റെ സ്നേഹം അനുഭവിക്കാതെ ജീവിച്ചോളാണ്. ഈ ഒരു വർഷമായിട്ടുള്ളൂ അവളുടെ അച്ഛൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട്. അവളും അച്ഛനും പരസ്പരം നല്ല സ്നേഹത്തോട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അമ്മ മരിക്കണ സമയത്ത് അവളുടെ അച്ഛന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് അവളുടെ അമ്മ കണ്ണുപോലും അടച്ചത്. അപ്പൊ അവളുടെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞത് അയാളുടെ 3 പെൺമക്കളുടെ മടിയിൽ കിടന്ന് മരിക്കണോന്നാണ്. പിന്നെ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ് സാറേ. 3 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്. പിന്നെ കരളിനും ഒക്കെ ഭയങ്കര പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ വിക്രം എന്ന് പറഞ്ഞ മോൻ ഒരു പ്രാവശ്യം സൗണ്ട് നഷ്ടപ്പെട്ട്, ആക്സിഡന്റിൽ സൗണ്ട് നഷ്ടപ്പെട്ട് പോയപ്പോഴേക്കും ഇയാളുടെ ശരീരത്തിന്റെ പകുതി കീറി മുറിച്ചു കൊടുത്ത് വിറ്റിട്ട് അവന്റെ ശബ്ദം പോലും തിരിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താൻ സഹായിക്കണം സാറേ എന്ന് പറയാണ്. അപ്പൊ CA മാർട്ടിൻ പറഞ്ഞിട്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, വക്കീലിനെ വെച്ചിട്ടുണ്ടല്ലോ, എന്തായാലും തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും. അപ്പൊ ഹാജരാക്കി കഴിയുമ്പോഴേക്കും എന്താ വെച്ചാൽ കോടതി തീരുമാനിക്കട്ടെ കിരണേ. ഞാൻ എന്ത് പറയാനാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, പരമാവധി അവിടെ നിന്ന് സംസാരിക്കുന്ന പ്രകാശനോട് പറ, ഞാൻ അങ്ങനെ കുറ്റം സമ്മതിച്ചിട്ടില്ല, കുറ്റം സമ്മതിക്കാൻ പാടില്ല എന്നൊക്കെ പറ. എന്നിട്ട് കോടതി എന്താ വെച്ചാൽ അത് തീരുമാനിക്കട്ടെ. ഈ വിക്രം എന്ന് പറഞ്ഞ ആൾ ഇയാളെ കൊല്ലാൻ വന്നതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ വിക്രത്തിന് തോക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയണം. കാരണം അതൊരു ലൈസൻസ് ഉള്ള തോക്കാണ്. ആ തോക്ക് ആരുടെയാണെന്ന് കിരൺ അറിയണം. അതിനുശേഷം അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ കോടതിയിൽ വാദിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, കല്യാണി കിരണും കൂടി നടക്കാൻ പോകുമെന്നത്. കല്യാണി ഇത്രയും നാൾ നടക്കാൻ പോയിട്ടില്ല സുഖമില്ലാത്തതുകൊണ്ട്. അപ്പൊ കല്യാണിയും കിരണും രാവിലെ നടക്കാൻ പോകുന്ന കാര്യം വിക്രം എങ്ങനെ അറിഞ്ഞു, അതെന്താണെന്ന് മനസ്സിലാക്കണം. ഈ വിക്രം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവന്റെ മോളിൽ ആരോ ഇരുന്ന് കളിച്ചിട്ടുണ്ട്. ഇവന്റെ മോളിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഇവൻ ഒരിക്കലും ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ യഥാർത്ഥ വില്ലൻ ചിലപ്പോൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും കിരണെ. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് കിരൺ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. പിന്നെ അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് അവന്റെ ഫോൺ കിട്ടി, വിക്രമിന്റെ ഫോണ്. ആ ഫോൺ ഞങ്ങൾ പരിശോധിച്ചപ്പോ അൺനോൺ നമ്പറിൽ നിന്ന് മാത്രമേ കോള് പോയിട്ടുള്ളൂ, വേറൊരു നമ്പറിൽ നിന്നും കോള് പോയിട്ടില്ല. ഞങ്ങൾ അതൊക്കെ അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തായാലും വക്കീലിനെ കൊണ്ടുവന്നതല്ലേ, സംസാരിച്ചിട്ട് പോയിക്കോളാൻ വേണ്ടി CA പറയുന്നില്ല. അപ്പൊ CA പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ച് വക്കീലിനോട് സംസാരിച്ച് വക്കീലൊരു തീരുമാനത്തിൽ എത്താണ് പ്രകാശിനോട്. അവര് കിരണും വക്കീലും കൂടി സംസാരിക്കുന്നുണ്ട്. പ്രകാശിനോട് പറയുന്നുണ്ട്,
കോടതിയിലേക്ക് എത്തുമ്പോൾ ജഡ്ജിയും അതുപോലെ തന്നെ അവിടുത്തെ വക്കീലും മാറ്റി മറിച്ചൊക്കെ ചോദിക്കും, നിങ്ങളാണോ കൊലപാതകം ചെയ്തത്, നിങ്ങളാണോ കൊലപാതകം ചെയ്തത്, അപ്പോ നിങ്ങൾ പറയണം നിങ്ങളല്ല കൊലപാതകം ചെയ്തതെന്ന്. പ്രകാശം പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, ഞാൻ ജയിലിൽ കിടന്നോളാം, സന്തോഷത്തോടെ ജയിലിൽ കിടന്നോളാം എന്ന് പ്രകാശം പറയുമ്പോ കിരൺ പറയണ്ട് അച്ഛൻ എന്ത് വർത്താനാണ് പറയണത്, അച്ഛന്റെ 3 പെൺമക്കളും അച്ഛനും കൂടെ ജീവിക്കാൻ കൊതിച്ചിട്ട് പുറത്ത് നിൽക്കുന്നവരാണ്, അവർക്ക് അച്ഛനും കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ, അച്ഛൻ അകത്ത് കിടന്ന എങ്ങനെ ഇതൊക്കെ സംഭവിക്കും, അതുകൊണ്ട് പ്ലീസ് അച്ഛ ഞങ്ങൾ പറഞ്ഞത് അച്ഛനൊന്ന് കേൾക്ക് എന്ന് പറയാണ്. ഇപ്പോ ഞാനെന്ത് പറയാനാണ്, നിങ്ങൾ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഞാൻ അനുസരിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രകാശിനെ പറഞ്ഞ് മനസ്സിലാക്കാണ്. കോടതിയിൽ പോകുമ്പോഴേക്കും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, താൻ കൊലപാതകം ചെയ്തിട്ടില്ല, തന്റെ മോനെ കാണാൻ വേണ്ടി താൻ അവിടേക്ക് പോയി, അത് വെറുതെ അവന്റെ പുറകെ ഫോളോ ചെയ്ത് പോയതാണ്, അവിടെ പോയപ്പോ കണ്ട കാഴ്ച അവൻ കെട്ടിത്തൂങ്ങി ചത്ത് കിടക്കണതായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ മതി, ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്തോളാം എന്ന് കിരണും പറയുന്നുണ്ട്. അങ്ങനെ തന്നെ കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് നമ്മുടെ കിരണും വക്കീലും കൂട്ടും. അപ്പോഴേക്കും നവീൻ വരുന്നുണ്ട്. അപ്പൊ നവീൻ വക്കീല് നമ്മുടെ കിരണോട് ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ തോക്ക് ലൈസൻസ് ഉള്ള തോക്കാന്ന് പറഞ്ഞില്ലേ, അത് രാഹുലിന്റെ പേരുള്ള ലൈസൻസ് ഉള്ള തോക്കാണെന്ന് ഇവര് കണ്ടുപിടിക്കുകയാണ്. അതായത് ഈ തോക്കിന്റെ പുറകിലാണ് അന്വേഷണം പോണത്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, വിക്രത്തിന്റെ ഫോൺ അവിടെ നിന്ന് കിട്ടിയിരുന്നല്ലോ, അവന്റെ പേരുള്ള സിം അല്ല അവൻ യൂസ് ചെയ്യണത്, പക്ഷെ ആ പേരിലുള്ള സിം ആരുടെയാണെന്ന് അറിയില്ല. ഏതായാലും ആരുടേക്കോ ഫോൺ അടിച്ചുമായിട്ടാണ് വിക്രം ഫോൺ വിളിക്കുന്നുണ്ടായത്. പക്ഷെ അതിൽ നിന്ന് കോള് പോയേക്കണ 2-3 പ്രാവശ്യം കോള് പോയേക്കണ ഒരേ ഒരു നമ്പറിലേക്ക് മാത്രമാണ്, അത് സരിയു ഇപ്പൊ യൂസ് ചെയ്യണ മൊബൈൽ ഫോൺ നമ്പറിലേക്കാണ്. അങ്ങനെ സരിയുവിന്റെ അടുത്തേക്ക് കേസ് അന്വേഷണം വരുമെന്ന് സരിയുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സരിയും ആകെ ടെൻഷനിലാട്ടോ. ഇനി വിക്രത്തിന്റെ കയ്യിൽ ഫോണോ അല്ലെങ്കിൽ ആ തോക്കോ അങ്ങനെ പോലീസുകാരെ കിട്ടിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നവും. ആ തോക്കാണെങ്കിൽ ലൈസൻസ് ഉണ്ട്, രാഹുലിന്റെ പേര് ലൈസൻസ് ഉണ്ട്, പിന്നെ വിക്രത്തിന്റെ മൊബൈൽ ആരുടെ മൊബൈലാണെന്ന് അറിയില്ല, എന്തായാലും ആ മൊബൈലിൽ നിന്ന് വിളിച്ചേക്കണ കോള് തന്റെ കോളാണല്ലോ, അപ്പൊ അതുകൊണ്ട് കേസ് എങ്ങനെ തന്റെ അടുത്തേക്ക് വരുമെന്ന് പേടിച്ചിട്ടാണ് സരിയു നിൽക്കുന്നത്. ഇതിന്റെ പിന്നിൽ സരിയു ആണെന്ന് നവീൻ വക്കീൽ തന്നെയൊക്കെ കിരണിനോട് പറയുന്നത്. പക്ഷെ കിരൺ പെട്ടതൊന്നും സരിയുടെ എടുത്തടച്ച പോലെ അത് ചോദിക്കില്ല, കാരണം സരിയു പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ലല്ലോ. എല്ലാത്തിനും കാരണക്കാരി സരിയു ആണെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും കിരണും കല്യാണിയൊക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് സരിയുവിനെ പെട്ടെന്ന് അങ്ങനെ പിടിക്കാൻ പാടില്ല, സാഹചര്യ തെളിവുകളും എല്ലാ തെളിവുകളും ഒക്കെ പിടിച്ച് കൈക്കലാക്കിയിട്ട് വേണം സരിയുവിനെ പിടികൂടാൻ. എന്നിട്ട് അവള് ജയിലിൽ കിടക്കട്ടെ, പിന്നെ ജയിലിൽ കിടക്കുമ്പോഴേക്കും മനോഹറും ജയിലിലുണ്ടല്ലോ, അവരെങ്ങനെയെങ്കിലും അങ്ങനെ പതുക്കെ മനസ്സുമാർ ഒന്നാവണമെങ്കിൽ ഒന്നാവട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ അവൾ അവിടെ ജയിലിൽ കിടക്കട്ടെ. അവള് കാരണം ഇത്രയും പ്രശ്നമുണ്ട്, കല്യാണിക്ക് രാഹുൽ കുത്തിയതിന് കാരണം ഇവളാണ്. പിന്നെ വിക്രം പരോളിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവന്റെ കയ്യിൽ തോക്ക് കൊടുക്കുകയും കല്യാണി ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് നടക്കാൻ വരുമെന്ന് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തത് സരിയു ആണല്ലോ. അതുകൊണ്ട് കിരണിനും കല്യാണിക്കും ആ മെയിൻ ശത്രു സരയു ആണെന്നുള്ള മഹാസത്യം മനസ്സിലാക്കാൻ പോകുന്ന ഭാഗമാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോ ഇതിന്റെ ഒറിജിനൽ പ്രൊമോ 11 മണിക്കാണ് വരുന്നത്. ആ സമയത്ത് 1 മിനിറ്റ് പ്രൊമോ ആയിട്ട് ഒറിജിനൽ പ്രൊമോ ഞാൻ ഇടുന്നതായിരിക്കും. 11:05 11:10 ആകുമ്പോഴേക്കും അപ്ലോഡ് ചെയ്യാം മാക്സിമം കേട്ടോ. ഇന്നലെ മാത്രം കുറച്ച് ലേറ്റ് ആയി പോയത്, അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒറിജിനൽ പ്രൊമോ 11 മണിക്ക് വരുന്ന പ്രൊമോ എന്തായാലും അപ്ലോഡ് ചെയ്യും. ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.